ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗലാത്യ 5:16 നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. യെസ്, ജഡമോഹങ്ങൾ എന്താണെന്ന് ഗലാത്യ 5:16 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ജഡമോഹങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗലാത്യ 5:22 ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യെസ്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് ജഡമോഹങ്ങളെ ഒഴിവാക്കി ആത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാം. നല്ല തമ്പുരാന് അതിനുള്ള കൃപയും വരവും നമുക്ക് തീർച്ചയായും തരും. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, നിന്നെ പലവട്ടം തള്ളിപ്പറഞ്ഞ പത്രോസിനെ തിരഞ്ഞെടുത്ത് തൻ്റെ സഭയുടെ താക്കോൽ വരെ നൽകാൻ തക്കവിധം അങ്ങ് പ്രാപ്തനാക്കിയല്ലോ. ഈശോനാഥ, ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി, ഞങ്ങളുടെ കോട്ടങ്ങളെ നേട്ടങ്ങളാക്കി, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വീഴ്ചയും താഴ്ചയും അങ്ങയുടെ അനുഗ്രഹത്താൽ വളർച്ചയും ഉയർച്ചയുമായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.